ഇസ്ലാമിൽ കളി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത്? കളിയും വിനോദവും ഒന്നാണ്. സാധാരണ നാം കളി എന്ന് പറയുമ്പോൾ എന്താണ് വിവക്ഷിക്കുന്നത്? അത് തന്നെയാണ് ഇസ്ലാമിൽ കളി എന്നതുകൊണ്ടും വിവക്ഷിക്കുന്നത്. കുട്ടികൾ കളിച്ചു, വലിയവർ കളിച്ചു എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. ആ ഒരു കളി തന്നെ, പ്രത്യേകം കാര്യത്തിനും വേണ്ടി ചെയ്യുന്നതല്ലാത്തത്, അതാണ് കളി. ബുദ്ധിക്കോ ശരീരത്തിനോ യാതൊരു ഉപകാരവുമില്ലാത്ത മൊബൈൽ ഗെയിമുകൾ ഹറാമായ കളിയിൽ പെടുമോ? കളിക്കുക എന്നതിന്റെ അത് അനുവദനീയമാകാനുള്ള നിയമം ഫുഖഹ പറഞ്ഞത് ആരോഗ്യത്തിനോ ബുദ്ധിക്കോ നേട്ടം വേണമെന്നാണ്. കളിയായി പറയപ്പെടുന്ന എന്ത് കളിയും ആ കളിയിൽ ഈ നേട്ടം ഉണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കളി എന്ന് സാധാരണ രീതിയിൽ പറയപ്പെടുന്നതെല്ലാം കളിയാണ്. കളി എന്ന് പറയണമെങ്കിൽ രണ്ടാൾ വേണമെന്നില്ല. ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ബൊമ്മകൾ, ജീവിയുടെ രൂപം ഉണ്ടാക്കൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊരു കുട്ടി കളിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കളി എന്ന് പറയണമെങ്കിൽ രണ്ടാൾ വേണമെന്നില്ല. അതേപോലെ വാദ്യോപകരണങ്ങൾ, ആലത്തുല്ലവുൽ മുഹറമ, ഹറാമായ വാദ്യോപകരണങ്ങൾ, അതൊരാൾ ഒറ്റക്ക് ഉപയോഗിക്കുകയാണെങ്കിലും ഹറാമാണ്. അതേപോലെ തന്നെ കൂബ, നടു ഇടുങ്ങിയ രണ്ടു ഭാഗം വിശാലമായ കൂബത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ചണ്ട, ആ വിധത്തിലുള്ള ചണ്ട ഒരാൾ മുട്ടുന്നതും ഹറാമാണ്. അപ്പൊ കളി എന്ന് പറയണമെങ്കിൽ അവിടെ രണ്ടുപേർ വേണമെന്നില്ല. ഒരാളായാലും കളി എന്ന് സാധാരണ പറയപ്പെടുന്നത് കളി തന്നെയാണ്. അവിടെ ബുദ്ധിക്കോ അല്ലെങ്കിൽ ആരോഗ്യത്തിന് നേട്ടമോ ഉണ്ടോ എന്നതാണ് ഇവിടെ ആലോചിക്കേണ്ടത്. മൊബൈൽ കളിക്കുന്നതും വിവിധയിടങ്ങളിൽ ഉള്ളവർ ഓൺലൈനായി കളിക്കുന്നതുമെല്ലാം ഒരുപോലെയാണ്. അതൊക്കെ ഒരുപോലെയാണ്. കളിക്കുന്നവർ അടുത്തടുത്ത് വേണമെന്നില്ല. ദൂരെ വിട്ടു നിന്ന് കളിച്ചാലും അടുത്തു നിന്ന് കളിച്ചാലും നേരെ കളിച്ചാലും എല്ലാം സാധാരണ കളി എന്ന് പറയുന്ന പരിധിയിൽ വരുന്നതിനെല്ലാം ബുദ്ധിക്കോ ആരോഗ്യത്തിന് നേട്ടമുണ്ടോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് നിയമം വിധി വിവരിക്കപ്പെടുന്നത്. ഒരു നേട്ടവുമില്ലാത്ത കളി ഹറാമും എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ ആ കളി അനുവദനീയവുമാണ്. ആകയാൽ നമുക്ക് മഹാന്മാരായ ഫുഖഹാഇന്റെ ഇബാറത്തുകളിൽ മനസ്സിലാകുന്നത്, കളി എന്ന് പറയപ്പെടുന്നത് സാധാരണ രീതിയിൽ അത്തരം കളി അത് ഒറ്റക്കാണെങ്കിലും കൂട്ടമായിട്ടാണെങ്കിലും അടുത്തു നിന്നുകൊണ്ടാണെങ്കിലും വിട്ടു നിന്നുകൊണ്ടാണെങ്കിലും ആ കളി കൊണ്ട് ബുദ്ധിക്കോ ആരോഗ്യത്തിനോ വല്ല നേട്ടവും ലഭിക്കുന്നുവെങ്കിൽ ആ കളി ഹറാമല്ല, അനുവദനീയമാണ്. ചിലപ്പം കറാഹത്താവും. ചെസ് കളി ഷാഫി മദ്ഹബിൽ കറാഹത്താണ്. ബുദ്ധിക്ക് നേട്ടമുള്ളതോടുകൂടെ തന്നെ സമയം കൂടുതൽ നഷ്ടപ്പെടുകയും നിസ്കാരം മറന്നു പോകാനൊക്കെ സാധ്യതയുള്ളത് ആ നിരക്കുള്ള കളിയായതുകൊണ്ട് ചെസ് കളി കറാഹത്തും കൂടിയാണെന്നെങ്കിലും ഹറാമില്ല. ഇനി ബുദ്ധിക്കും ആരോഗ്യത്തിനും ഒരുവിധ നേട്ടമില്ലാത്ത കളികൾ, അത്തരം കളികൾ വെറും സമയം തള്ളി നീക്കാൻ വേണ്ടി മറ്റ് ഏത് രീതിയിൽ നമ്മൾ കളിക്കുകയാണെങ്കിലും അത്തരം കളി നിഷിദ്ധവുമാണ്, ഹറാവുമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്.